dears. Welcome to the session. Today we are going to discuss an interesting poem by Kamala, and the name of the poem is An Introduction. This is actually an introduction to her poetic identity. Okay, and this poem is an autobiographical poem. Kamala Das's autobiographical poem ആണ് An Introduction എന്നുള്ളത്. നിങ്ങൾക്ക് ഓട്ടോബയോഗ്രഫി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൈ സ്റ്റോറി എന്നുള്ളതാണ് കമല ദാസിൻ്റെ ഓട്ടോബയോഗ്രഫി. And this is an autobiographical poem, and also at the same time it's a confessional poem also. സ്വയം വെളിപ്പെടുത്തുന്ന സ്വന്തം ജീവിതത്തിലെ കുറേ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോയം ആയതുകൊണ്ട് this belongs to the category of confessional poetry also. Okay, and this poem is actually trying to portray the life of a woman in a patriarchal society. ഒരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പുരുഷാധിപത്യം നിറഞ്ഞ ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ ഒരു അവസ്ഥയെ പോർട്രേ ചെയ്യുന്ന ഒരു പോയം കൂടിയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പോം. Okay, so let us see more about Kamala Das at first. Kamala Suraya. She was born in the year 1934 and died in the year 2009. And she was born at Punurkalam in Thrissur. Thrissur Punurkalam എന്നുള്ള സ്ഥലത്താണ് അവർ ജനിക്കുന്നത്. ആൻഡ് her pen name മാധവിക്കുട്ടി. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അങ്ങനെയാണ് കൂടുതലായിട്ടും മാധവിക്കുട്ടി. അവരുടെ മാധവിക്കുട്ടി എന്നുള്ള ഈ ഒരു തൂലികാനാമത്തിലാണ് കൂടുതലായിട്ടും മലയാളത്തിൽ പ്രത്യേകിച്ചിട്ടുള്ള എല്ലാ റൈറ്റിങ്സും എഴുതിയിരിക്കുന്നത്. And she is a daughter of V.M. Nair and Balamani Amma and niece of Nalapattu Narayana Menon. Okay, and her childhood spent in Calcutta, where her father worked in. അപ്പോൾ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലം കൽക്കട്ട ആയതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് ഡേയ്സ് എല്ലാം കൂടുതലായിട്ട് കൽക്കട്ടയിലായിരുന്നു. ആൻഡ് ഷി ഗോട്ട് മാരീഡ് ടു മാധവ ദാസ് വെൻ ഷി വാസ് ഓൺലി 15 years. Okay, so she was a small child when she got married. വിവാഹം കഴിക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു കുഞ്ഞ് തന്നെയായിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുകയും ആ അനുഭവങ്ങളെയാണ് അവരവരുടെ ഓരോ പോയട്രിയിലൂടെയും റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കമല സുരയ്യ വാസ് എ കൺഫെഷണൽ പോയറ്റ് ലൈക്ക് ആനി സെങ്സ്റ്റൺ ആൻഡ് റോബർട്ട് ലോവൽ. ഓക്കെ, കൺഫെഷണൽ പോയട്രി എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പല രഹസ്യങ്ങളും ഇതുപോലെ ഒരു കൺഫെഷൻ മാനറിൽ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് പോയട്രിയാണ്. അപ്പോൾ അതിൽ പെടുന്നതാണ് ആനി സെക്സ്റ്റൺ, അതുപോലെ റോബർട്ട് ലവൽ. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പോയിറ്റ് തന്നെയാണ് കമല സുരയ്യ. ആൻഡ് ഹർ നോട്ടബിൾ വർക്ക്സ് എൻ്റെ കഥ, ബാല്യകാല സ്മരണകൾ, സമ്മർ ഇൻ കൽക്കട്ട ഇൻ 1965, ഇറ്റ്സ് പബ്ലിഷ്ഡ് ഇൻ 1965, ദ ഡിസെൻഡൻസ്, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോംസ് ഇൻ 1973. സോ ദീസ് ആർ ഹർ മെയിൻ വർക്ക്സ്. ഇതിൽ സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള ഒരു ആന്തോളജി മീൻസ് എ കളക്ഷൻ ഓഫ് പോയംസ്. അപ്പോൾ 1965 പബ്ലിഷ് ചെയ്തിട്ടുള്ള സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള ആന്തോളജിയിലാണ് ആക്ച്വലി ഈ ഒരു പോയം ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ ഒരു പോയം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ടേക്കൺ ഫ്രം ദ ഫസ്റ്റ് കളക്ഷൻ ഓഫ് എ പോയട്രി സമ്മർ ഇൻ കൽക്കട്ട. അപ്പോൾ പറഞ്ഞതുപോലെ 1965 പബ്ലിഷ് ചെയ്ത അവരുടെ ആന്തോളജിയുടെ പേരാണ് സമ്മർ ഇൻ കൽക്കട്ട. ദാറ്റ്സ് എ ഫസ്റ്റ് കളക്ഷൻ ഓഫ് എ പോയട്രി ആൻഡ് ദിസ് പോയം ഇസ് ആക്ച്വലി ടേക്കൺ ഫ്രം ദിസ് കളക്ഷൻ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇസ് ടേക്കൺ ഫ്രം ആന്തോളജിയുടെ പേര് ഓർത്ത് വയ്ക്കണം, സമ്മർ ഇൻ കൽക്കട്ട. ഇറ്റ്സ് എ 60-line പോം ഇൻ സിംഗിൾ സ്റ്റാൻസ റിട്ടൺ ഫ്രീ വേഴ്സ് സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ നമ്മൾ ഘടന എടുക്കുകയാണെങ്കിൽ 60 lines ഇതിൽ കാണുന്നുണ്ട്. ബട്ട് അതിൽ ഒരു പെർട്ടിക്കുലർ മീറ്റർ ഫോളോ ചെയ്തിട്ടല്ല. ദാറ്റ്സ് റിട്ടൺ ഫ്രീ വേഴ്സ്. ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ്സ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇസ് കമല ദാസ് മോസ്റ്റ് ഫേമസ് പോം ഇൻ എ കൺഫെഷണൽ മോഡ്. അപ്പോൾ ഇതൊരു കൺഫെഷണൽ പോയട്രിയും കൂടിയാണ്. Writing to her always served as a sort of spiritual therapy. If I had been a loved person, I wouldn't have become a writer. I would have been a happy human being. അപ്പോൾ ആക്ച്വലി ഈ ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു പോയറ്റ് ആവാൻ അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളാണ് അവർക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും കമല സുരയ്യ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു കോട്ട് പറയുന്നുണ്ട്, ഇഫ് ഐ ഹാഡ് ബീൻ എ ലവ് പേഴ്സൺ ഐ വുഡ് ഹാവ് ബിക്കം എ റൈറ്റർ. ജീവിതത്തിൽ സ്നേഹം ലഭിക്കാത്തതിൻ്റെ ഒരു ഇതെടുത്ത് കാണിക്കുന്ന ഒരു കോട്ടാണിത്. ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഞാൻ ഒരു നല്ല ഹാപ്പി ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പോയറ്റ് ആവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us start the poem. So it starts like this. I don't know politics, but I know the names of those in power and can repeat them like days of week, names of months, beginning with Nehru. So she is starting this poem by giving an outline of the politics of the time. സോ ഈ ഒരു പോം തുടങ്ങുമ്പോൾ അവരുടെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ തന്നെ ആ ഒരു മെയിൽ ഡോമിനൻസ് സൊസൈറ്റി അതിനെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ബിഗിനിങ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ്, എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല, മീൻസ് പൊളിറ്റിക്സ് ഇസ് നോട്ട് ദ ഡൊമെയിൻ ഓഫ് വിമൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് ബട്ട് ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ and can repeat them like days of week or names of months beginning with Nehru. അവർ പറയുന്നത് എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡൊമെയിനിൽ വരുന്നതല്ല പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഇസ് സെഡ് ഓർ കൺസിഡർഡ് ടു ബി ദ ഡൊമെയിൻ ഓഫ് ദ മെയിൽ സൊസൈറ്റി. ഓക്കെ, ദ മെയിൽ, അതായത് പുരുഷന്മാരുടെ ആധിപത്യത്തിൽ വരുന്ന ഒന്നായിട്ടാണ് പൊളിറ്റിക്സിനെ കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. പക്ഷേ എനിക്കറിയാം, ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ. ഈ ഒരു പൊളിറ്റിക്സിൽ പവർഫുൾ ആയിട്ട് ഇരിക്കുന്നവരുടെ പേരുകൾ എനിക്കറിയാം. എങ്ങനെ അറിയാമെന്നാണ് പറയുന്നത്? ക്യാൻ റിപ്പീറ്റ് ദം ലൈക്ക് ഡേയ്സ് ഓഫ് വീക്ക്. നമുക്കറിയാം ഡേയ്സ് ഓഫ് വീക്ക് അല്ലെങ്കിൽ നെയിംസ് ഓഫ് മന്ത്സ് എന്ന് പറയുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുന്നില്ല. വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ചസ് വി ക്യാൻ റിപ്പീറ്റ് ദ നെയിംസ് ഓഫ് ഡേയ്സ് ആൻഡ് നെയിംസ് ഓഫ് മന്ത്സ്, അല്ലേ? ഡേയ്സ് നെയിമും അതുപോലെ മന്ത്സിൻ്റെ നെയിമും നമുക്ക് ഒരു മാറ്റങ്ങളും കൂടാതെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സെയിം ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ദ മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ എപ്പോഴും ആ ഒരു പവറിലേക്ക് വരുമ്പോൾ അധികവും വരുന്നത് ഒരു ചുരുങ്ങിയ കൂട്ടത്തിൽപ്പെട്ട ഒരു ജനതയാണ് എന്നെടുത്ത് കാണിക്കുന്ന ഒരു ലൈൻ കൂടിയാണ് ഇത്. ബിഗിനിങ് വിത്ത് നെഹ്റു എന്ന് പറയുന്നുണ്ട്. നെഹ്റുവിൻ്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇതിൽ ഈ ഒരു പോം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ അവിടെ പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നെഹ്റുവിൻ്റെ പേരാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ മെൻഷൻ ചെയ്യുന്നത്. Okay, and she continues the poem like this. I'm an Indian, very brown, born in Malabar. I speak 3 languages, write it 2, dream in 1. Now she is introducing herself and without making any hesitation, ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഫ്രാങ്ക് ആയിട്ടാണ് റിവീൽ ചെയ്യുന്നത്. I'm an Indian and also very brown എന്ന് പറയുന്നുണ്ട്. ആ കളർ അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഒട്ടും ഒരു രീതിയിലുള്ള ജാടയില്ലാതെ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ റിവീൽ ചെയ്യാണ് അവരുടെ ഐഡൻറ്റിറ്റി. സെൽഫ് ഐഡൻറ്റിറ്റി ഈസ് റിവീൽഡ് ഹിയർ ഇൻ ദിസ് ലൈൻസ്. ഐ ആം എൻ ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ. ആൻഡ് നൗ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ലാംഗ്വേജസ് ഷീ ന്യൂ. ഓക്കെ, അവർക്ക് അറിയുന്ന ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഈ 3 ലാംഗ്വേജസ് എനിക്കറിയാം. റൈറ്റിംഗ് 2 2 എഴുതുന്നുണ്ട്. കമലാദാസിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് കാണാൻ സാധിക്കുന്നത്. സോ ഷീ റൈറ്റിംഗ് ദീസ് 2 ലാംഗ്വേജസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇൻ മലയാളം. ആൻഡ് ഡ്രീം ഇൻ 1 എന്ന് പറയുന്നു അവിടെ. ഈ ഡ്രീം ഇൻ 1 എന്ന് പറയുന്ന ലാംഗ്വേജ് പലരും പറയുന്നുണ്ട് മദർ ടങ്ങിലാണെന്ന്. പക്ഷേ ആക്ച്വലി നമ്മൾ ചിന്തിച്ച് നോക്കൂ, നമുക്ക് ഡ്രീം ചെയ്യണമെങ്കിൽ, നമുക്ക് സ്വപ്നം കാണണമെങ്കിൽ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് ഡ്രീം ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. സ്വപ്നത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള സയൻസും സിമ്പിൾസും. അത് നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ലാംഗ്വേജ് ഓഫ് ഇറ്റ്സ് ഓൺ, ഡ്രീം ഹാസ് എ ലാംഗ്വേജ് ഓഫ് ഇറ്റ്സ് ഓൺ. സോ അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റ് ഇൻ 2 ബട്ട് ഡ്രീം ഇൻ 1 എന്നെടുത്ത് പറയുന്നുണ്ട്. നൗ ഗോയിങ് ഓൺ, ഷീ സേസ് ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ദേ സെറ്റ് English is not your mother tongue. Why not leave me alone? Critics, friends, visiting cousins, every one of you. Why not let me speak in any language I like? The language I speak becomes mine. Its distortions, its queernesses, all mine, mine alone. സോ ഇനി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും അവർ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്രിട്ടിക്സിൻ്റെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള തൻ്റെ ചുറ്റുപാടിലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെർ ലാംഗ്വേജ് ആൻഡ് ഓൾസോ ഹൗ ഷീ റിജക്റ്റ് ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ് റിഗാർഡിങ് ദ യൂസ് ഓഫ് ലാംഗ്വേജ്. താൻ എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുള്ളത് മറ്റുള്ളവർ പറയുമ്പോൾ അതെങ്ങനെ താൻ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു പോം എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു വേർഡ് ഉണ്ട്, ദേ എന്നുള്ള വേർഡ്. ഇവിടെ ദേ എന്ന് പറയുമ്പോൾ ആ ഒരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദ ഏജൻറ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് എ മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു പ്രീ കോഡഡ് ലിമിറ്റേഷൻ. നമ്മൾക്ക് ഈ ഭൂമിയിൽ, വേൾഡിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നുള്ള ആ ഒരു പ്രീ കോഡഡ് ലിമിറ്റേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏജൻറ്റിനെ എടുത്ത് പറയുന്ന രീതിയിലാണ് ഇവിടെ ദേ എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ പറയുന്നു ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെറ്റ്. അവർ പറഞ്ഞു ഇംഗ്ലീഷിൽ എഴുതണ്ടാണ്. സോ നമ്മുടെ കമലാദാസിനോട് മറ്റുള്ളവർ പറയുകയാണ്, ഓക്കെ, മറ്റുള്ളവർ പറയുന്നത് എന്താ, ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് ഉപയോഗിക്കരുത്. ഇംഗ്ലീഷ് ഇസ് നോട്ട് യുവർ മദർ ടങ്. ഇംഗ്ലീഷ് നിൻ്റെ മാതൃഭാഷ അല്ലല്ലോ.
അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് കൺട്രോളേഴ്സ് ഫോർ എ ടൈം പീരീഡ് അല്ലേ. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്തൊരു ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ നീ എന്തിനു യൂസ് ചെയ്യണു, അത് നിനക്ക് ആവശ്യം ഇല്ലല്ലോ, അത് നീ ഉപയോഗിക്കേണ്ടതില്ല, നീ നിൻ്റെ മദർ ടങ് യൂസ് ചെയ്യുക എന്നുള്ളത് അവർ പറയുകയാണ്. വൈൽ നോട്ട് ലീവ് മീ അലോൺ, എന്നെ എന്തുകൊണ്ട് വെറുതെ വിട്ടുകൂടാ എന്നാണ് തിരിച്ച് മാധവിക്കുട്ടി ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കമലാദാസ് ചോദിക്കുന്നത്. വൈ നോട്ട് ലീവ് മീ അലോൺ, ആരോടാ ചോദിക്കുന്നത്? ഈ ദേ എന്നുള്ളവർ ആരാന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് എടുത്ത്. ക്രിട്ടിക്സ്, ഫ്രണ്ട്സ്, വിസിറ്റിംഗ് കസിൻസ്, എവ്രി വൺ ഓഫ് യു. അപ്പോൾ ഈ ദേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ ഉൾക്കൊള്ളുന്നവർ ഒരുപാട് വിമർശകരുണ്ട്, അവരുടെ തന്നെ സുഹൃത്തുക്കളുണ്ട്, അതോടൊപ്പം അവരുടെ കുടുംബത്തിൽ വരുന്ന കുറേ കസിൻസും ആൻഡ് എവ്രി വൺ ഓഫ് യു, മറ്റ് ഒരുപാട് പേര്. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്, എനിക്കിഷ്ടമുള്ള ഒരു ഭാഷയിൽ എന്തുകൊണ്ട് എനിക്ക് സംസാരിച്ചു കൂടാ. ഓക്കെ, അവിടെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്കറിയാം. നമുക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് എല്ലാ വ്യക്തികൾക്കും. അപ്പോൾ ആ ഒരു ഫ്രീഡം എനിക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാ. ദ ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ, ഇറ്റ്സ് ഡിസ്റ്റോർഷൻസ്, ഇറ്റ്സ് ക്യൂർനെസ്സസ്, ഓൾ മൈൻ അലോൺ. സോ ഈ ഞാൻ എന്ത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് എൻ്റേതാണ്. ബിക്കംസ് മൈൻ, ഇറ്റ്സ് ഡിസ്റ്റോർഷൻസ്, അതിനെന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വീർനെസ് മീൻസ് സ്ട്രേഞ്ച്നെസ്. ഓക്കെ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ഭാഷയ്ക്ക്. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ച്നെസ് അല്ലെങ്കിൽ അതിലെ ചേഞ്ചസ് ഓർ ഡിസ്റ്റോർഷൻസ് ഓൾ മൈൻ, അതെല്ലാം എൻ്റേതാണ്. മൈൻ അലോൺ, എൻ്റേത് മാത്രം. അപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അത് എൻ്റേത് മാത്രമാണ്. അവിടെ നീ എന്തിനു അഭിപ്രായം പറയുന്നു എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് ഇന്ത്യൻ, ഫണ്ണി പെർഹാപ്സ് ബട്ട് ഇറ്റ് ഈസ് ഹോണസ്റ്റ്. It is as human as I am human. Don't you see? It voices my joys, my longings, my hopes, and it is useful to me as cooing is to crows or roaring to the lions. It is human speech, the speech of the mind that is here and not there, a mind that sees and hears and is aware. So again she is talking about the use of language. She is talking about her language. Okay, about she is asserting the യൂസ് ഓഫ് ഹർ ലാംഗ്വേജ്, അവരെങ്ങനെ അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് ഇന്ത്യൻ. അപ്പോൾ നമുക്കറിയാം ആസ് എ മലയാളീസ് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഫോറിൻ ലാംഗ്വേജ് ടു അസ്. സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും അതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ആൻഡ് അവർ പറയുന്നത് ഇവിടെ എന്താ, ഇറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ് ആൻഡ് ഹാഫ് ഇന്ത്യൻ. ഇറ്റ് മീൻസ് അതിൽ പകുതി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയും ആൻഡ് ഇറ്റ് ഇസ് അതിൻ്റെ മറ്റു വേസ്, ഇൻ അതർ വേസ് ഇറ്റ്സ് ഇന്ത്യൻ, മീൻസ് ദ ഇന്ത്യൻ ഇസ് യൂസിങ് ദ അതർ ലാംഗ്വേജ്. ഓക്കെ, മറ്റു ഭാഷ ഉപയോഗിക്കുന്നത് ഇവിടെ ഇന്ത്യൻ ആയിട്ടുള്ള ഞാനാണ്. ഇന്ത്യയിൽ ജനിച്ച് ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ത്യയുടേതായിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഫണ്ണി പെർഹാപ്സ്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം, ഫണ്ണി, ബട്ട് ഇറ്റ് ഈസ് ഓണസ്റ്റ്. പക്ഷെ അത് എല്ലാ അർത്ഥത്തിലും സത്യസന്ധമാണ്. ഓക്കെ, ഒന്നും അതിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു ഭാഷയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഹാസ് ഹ്യൂമൻ ആസ് ആം ഹ്യൂമൻ. ഞാൻ ഏത് രീതിയിലൊരു മനുഷ്യനാണോ അതേ രീതിയിൽ മനുഷ്യത്വമുള്ളതാണ് എൻ്റെ ഭാഷയും. ഡോണ്ട് യു സീ, നിനക്കത് കാണാൻ പറ്റുന്നില്ലേ? ഇറ്റ് വോയിസസ് മൈ ജോയ്സ്, മൈ ലോങ്കിങ്സ് ആൻഡ് മൈ ഹോപ്സ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മീ ആസ് കോയിങ് ഇസ് ടു ക്രോസ് ഓർ റോറിങ് ടു ദ ലയൺസ്. ഇവിടെ യൂസ് ചെയ്ത ഒരു സെൻറ്റൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെൻറ്റൻസ് ആണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ ആ ഭാഷയിലൂടെ ഞാൻ എൻ്റെ ജോയ്സ്, എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഓക്കെ എൻ്റെ പ്രതീക്ഷകളും ഇതെല്ലാമാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ ഭാഷയിലൂടെ. ഏത് രീതിയിലാണോ ക്രോസ്, കാക്കകൾ കാക്ക എന്നുള്ള ആ ഒരു ക്രോയിങ് അല്ലെങ്കിൽ കോയിങ് ചെയ്യുന്നത്, അതേപോലെ സിംഹങ്ങൾ ഏത് രീതിയിലാണോ ഗർജിക്കുന്നത് അതേ രീതിയിൽ, മീൻസ് ദേ ആർ യൂസിങ് ദ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഫോർ എക്സ്പ്രസിങ് ദെംസെൽസ് ഫോർ ദിയർ എൻജോയ്മെൻറ്റ്. ഈ ക്രോ ആണെങ്കിലും ലയൺ ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പ്രഷന്, ഓക്കെ, അതിൻ്റെ സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയും അതുപോലെ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ്. അതേ രീതിയിൽ തന്നെയാണ് for my self-expression I am using this particular language and it is half English and half Indian. It may be funny to you, okay, നിങ്ങൾക്കത് തമാശയായിട്ട് തോന്നാം, but I know it is honest. അത് ഓണസ്റ്റ് ആണെന്നുള്ളത് എനിക്കറിയാം. And it is human speech, the speech of the mind that is here and not there, a mind that sees and hears and is aware. ഇനി അത് എടുത്തു പറയുന്നുണ്ട്, ക്രോസ് ആൻഡ് ലയൺസ് യൂസ് ചെയ്യുന്ന ഭാഷ പോലെ കൂടിയല്ല, ഇത് ഇസ് ഹ്യൂമൻ സ്പീച്ച്. ഇത് മനുഷ്യരുടെ ഭാഷയാണ്. മനുഷ്യരുടെ ഭാഷയ്ക്ക് പ്രത്യേകത ഉണ്ട്. വളരെ ചിന്തിച്ചുകൊണ്ടാണ് മനുഷ്യർ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലെ. തിങ്കിങ് വളരെ നല്ല രീതിയിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഹ്യൂമൻ സ്പീച്ച്, ദ സ്പീച്ച് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഇസ് ക്യൂർ ആൻഡ് നോട്ട് ദെയർ. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഈ ഭാഷ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഡിസയേഴ്സ്, എൻ്റെ ഹോപ്സ്.
അതിൽ നിന്നും വരുന്നതാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അതല്ലാതെ അവിടെ നിന്നും വരുന്നതല്ല. അതായത് നിൻ്റെ ഭാഷയല്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഷയല്ല എൻ്റെ ഭാഷ. കാരണം എന്താ, ഓരോ വ്യക്തികളുടെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡിസയേഴ്സ്, ഹോപ്സ് ഇതെല്ലാം ഡിഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയും നീ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളുടെ ഡിസയേഴ്സിനും നമ്മളുടെ ഇമോഷൻസിനും മാറ്റങ്ങളുള്ളതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണോ അതിനും മാറ്റങ്ങൾ ഉണ്ടാവും. എ മൈൻഡ് ദാറ്റ് സീസ് ആൻഡ് ഹ്യൂസ് ആൻഡ് ഇസ് എവർ. എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിന് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധിക്കുന്ന ഒരു ഭാഷയാണ് ഹ്യൂമൻ ബീയിങ്സ് യൂസ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത്. സോ ആ രീതിയിലുള്ള ഒരു ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, not the deaf blind speech of trees in storm or of monsoon clouds or of rain or the incoherent mutterings of the blazing funeral pyre. I was child, and later they told me I grew, for I became tall, my limbs swelled, and 1 or 2 places sprouted hair. When I asked for love, not knowing what else to ask, for he drew a youth of 16 into the bedroom and closed the door. He did not beat me, but my sad woman body felt so beaten. സോ ഈ ഒരു സ്റ്റാൻസിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇതിലെ ലാസ്റ്റ് ലൈൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ഇവിടെ കാണാം. അതായത് ഐ എം യൂസിങ് ഹ്യൂമൻ സ്പീച്ച്, എൻ്റേത് മനുഷ്യരുടെ ഭാഷയാണ്. ദാറ്റ് ദ സ്പീച്ച് ഓഫ് ദ മൈൻഡ്, മനസ്സിൽ നിന്നും വരുന്ന ഭാഷ, എൻ്റെ മനസ്സിൽ നിന്നും, ദാറ്റ് ഇസ് ക്യൂർ എന്ന് പറയുന്നുണ്ട്. കംസ് വിത്തിൻ, എൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഭാഷയാണിത്. ആ വിത്തിൻ എന്ന് പറയുമ്പോൾ ഏത് എൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, അതിൽ നിന്നും വരുന്ന ഭാഷയാണ്. നോട്ട് ദ ഡെഫ് ബ്ലൈൻഡ് സ്പീച്ച്, ഒന്നും അറിയാതെ ഒന്നും കേൾക്കാതെ വരുന്ന ഒരു ഭാഷയല്ല. അവിടെ വീണ്ടും ഒരു കമ്പാരിസൺ എടുത്ത് പറയുന്നുണ്ട്, ഓഫ് ട്രീസ് ഇൻ സ്റ്റോം ഓർ ഓഫ് മൺസൂൺ ക്ലൗഡ്സ് ഓർ ഓഫ് റെയിൻ ഓർ ദ ഇൻകോഹറന്റ് മട്ടറിങ്സ് ഓഫ് ദ ബ്ലേസിംഗ് ഫ്യൂണറൽ ഫയർ. അതായത് നമുക്കറിയാം സ്റ്റോംസ് അല്ലെങ്കിൽ മൺസൂൺ ക്ലൗഡ്സ് അല്ലെങ്കിൽ റെയിൻ, ഇതിനൊക്കെ ഒരു സൗണ്ട് ഉണ്ട്. മീൻസ് ഇതെല്ലാം ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സാണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. പക്ഷെ ഇതിനും ചില സൗണ്ടുകൾ ഉണ്ടാവാറുണ്ട്. മഴ പെയ്യുമ്പോഴും അതുപോലെ ഒരു കൊടുങ്കാറ്റ് വരുന്ന സമയത്തും ഓക്കെ, അതിലെല്ലാം നമുക്കൊരു ചെറിയ സൗണ്ട് കേൾക്കാം. ആൻഡ് ഓൾസോ ദ ഇൻകോഹറന്റ് മട്ടറിങ്സ് of the blazing funeral pyre. Incoherent means unconscious. Okay, mutterings means complaining oneself. സ്വയം കംപ്ലൈൻറ്റ് പറയുക. ഓഫ് ദ ബ്ലേസിംഗ് ഫ്യൂണറൽ പയർ എന്നുള്ളത് ചിത, ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ട് അതിന് മുകളിലല്ലേ പലപ്പോഴും ചിത ഒരുക്കാറുള്ള. അപ്പോൾ ആ ഒരു ചിത കത്തുന്ന സമയത്ത് ഓക്കെ, ചിത കത്തുമ്പോൾ അവിടെ ചില സൗണ്ട് ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ആ ഒരു വായുവും അതുപോലെ തീയും എല്ലാം കൂടിയിട്ടൊരു സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഫ്യൂണറൽ പയറിന് ഉണ്ടാവുന്ന ഒരു സൗണ്ട്. പക്ഷെ അതെല്ലാം ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സിൽ നിന്നും വരുന്ന ഒരു സൗണ്ട് മാത്രമാണ്. അതെല്ലാം നമുക്ക് ഡെഫ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പീച്ച് എന്ന് പറയാം. അതൊന്നും അറിയുന്നില്ല, ഇറ്റ്സ് നോട്ട് അവെയർ ഓഫ് എനിത്തിങ്. ഓക്കെ, അതിനൊന്നിനെക്കുറിച്ചും അറിയില്ല. പക്ഷേ എൻ്റെ ഭാഷ അങ്ങനെയല്ല എന്നതാണ് ഇവിടെ കമലാദാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ഞാനെല്ലാം അറിയുന്നുണ്ട്. മൈ മൈൻഡ് സീസ് ആൻഡ് ഹ്യൂസ് ആൻഡ് ഇസ് അവെയർ. എനിക്ക് എൻ്റെ മനസ്സെല്ലാം കാണുന്നു, കേൾക്കുന്നു, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് സ്റ്റോം അല്ലെങ്കിൽ മൺസൂൺ ക്ലൗഡ്സ് അല്ലെങ്കിൽ റെയിൻ അതുപോലെ ഫ്യൂണറൽ ഫയർ ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു സൗണ്ട് പോലെയുള്ള സൗണ്ടല്ല. അതായത് എൻ്റെ ഭാഷയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന സൗണ്ട്, ഞാൻ പറയുന്ന ആ ഒരു സൗണ്ട്, എൻ്റെ ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന അനുഭവങ്ങളിൽ നിന്നുമാണ് ആ ഒരു സൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് ആക്ച്വലി കാണുന്നത് ദ വേ ഷീ എക്സ്പ്രസസ് ഹെർ ചൈൽഡ്ഹുഡ് ആൻഡ് ഏർലി അഡോളസൻസ്. അവരവരുടെ ജീവിതത്തിലുള്ള ആ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് അല്ലെങ്കിൽ അവിടെ നിന്നും ഏർലി അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോഴുള്ള ചേഞ്ചസ്, അതിനെക്കുറിച്ചൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. I was child, and later they told me I grew, for I became tall, my limbs swelled, and 1 or 2 places sprouted hair. So here she is actually talking about the physical changes she had in her early adolescence. ആ ഒരു ഏർലി അഡോളസൻസ്, ആ ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായ ആ ഒരു ബോഡിലി ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്, എടുത്തു പറയുന്നത്. ആൻഡ് ഷീ സേസ് ദാറ്റ് വിമൻ ഐഡൻറ്റിറ്റി ഈസ് ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു പെൺകുട്ടി, ഒരു വിമൻ ഐഡൻറ്റിറ്റി, ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ചില കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ചാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റിയിലും കൂടുതലായിട്ട് ഫിസിക്കൽ മെച്യൂരിറ്റിയാണ് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ അവർ പറയുന്നത്. ഐ വാസ് ചൈൽഡ് ആൻഡ് ലേറ്റർ ദേ ടോൾഡ് മീ ഐ ഗ്രൂ. അപ്പോൾ ഇവിടെ വീണ്ടും ആ ദേ എന്ന് പറയുന്നുണ്ട്. ഞാൻ കുട്ടിയായിരുന്നു, പിന്നീട് മറ്റുള്ളവർ പറഞ്ഞു. ഈ മറ്റുള്ളവർ ദേ, ഓക്കെ, ദേ എന്ന് പറയുന്നത് വീണ്ടും ദോസ് റെപ്രസെൻറ്റിങ് ദ പാട്രിയാർക്കൽ സൊസൈറ്റി.
ഓക്കെ, ആരാണോ ആ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത്, ഈ ഭൂമിയിൽ ഇന്നതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ള ആ ഒരു ലിമിറ്റ്, പ്രീ കോഡഡ് ലിമിറ്റഡ് വേൾഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏജൻറ്റ്, ഓക്കെ, അവരെ സൂചിപ്പിക്കുന്ന ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേർഡായിട്ടാണ് ഇവിടെ ദേ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവർ പറഞ്ഞു, ദേ ടോൾഡ് മീ ഐ ഗ്രൂ, ഞാൻ വളർന്നു, ഐ ബിക്കം ടോൾ, മൈ ലിം സ്വെൽഡ്, ഓക്കെ, എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ആൻഡ് 1 or 2 places sprouted hair. When I asked for love, not knowing what else to ask, അവിടെ ആ ലൈൻ വളരെയധികം ശ്രദ്ധിക്കണം. When I asked for love, not knowing what else to ask, മറ്റെന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, because she has no other option. ഓക്കെ, മുന്നിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. വളർന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സമൂഹം അവിടെ അന്ന് ചിന്തിച്ചിരിക്കുന്നത്. അതല്ലാതെ ആ സ്ത്രീയെ ഉയർന്ന പഠനത്തിലേക്ക് അയക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ലൊരു സ്വപ്നം കാണാൻ ഒരിക്കലും അവർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസ് അങ്ങനെ പറയുന്നത്, വെൻ ഐ ആസ്ക് ഫോർ ലവ്, നോട്ട് നോയിങ് വാട്ട് എൽസ് ടു ആസ്ക്. ഓക്കെ, ആ ഒരു സമയത്ത് ഫോർ ഹി ഡ്രൂ എ യൂത്ത് ഓഫ് 16 ഇൻ ടു ദ ബെഡ്റൂം ആൻഡ് ക്ലോസ് എ ഡോർ. He did not beat me, but my sad woman body felt so beaten. സോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ആ ഒരു കുറേ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു ലൈനിലെല്ലാം അവർ മെൻഷൻ ചെയ്യുന്നതിന്. ഓക്കെ, സോ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഏർലി മാരേജ്, her earliest experience of love, and also about the sexual encounter. ഓക്കെ, സോ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു ലൈനിലൂടെ അവർ നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഹി ഡ്രൂ us youth of 16 into the bedroom and closed the door. He did not beat me. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഞാൻ ഒരു ബെഡ്റൂമിലേക്ക് വലിച്ചഴിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ അതിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഞാൻ അതിനുള്ളിൽ അടയ്ക്കപ്പെട്ടു. ആൻഡ് ഹി ഡിഡ് നോട്ട് ബീറ്റ് മീ, അവരെന്നെ, ഹി വാസ് നോട്ട് വയലൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ. ഹി ഡിഡ് നോട്ട് ബീറ്റ് മീ, അതായത് അയാൾ ക്രൂവലായിരുന്നില്ല, ഒട്ടും തന്നെ ക്രൂവലായിരുന്നില്ല. പക്ഷേ അവർ പറയുന്നത്, മൈ സാഡ് വുമൻ ബോഡി ഫെൽ സോ ബീറ്റൻ, പക്ഷേ എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സഹിക്കുന്നത് പോലെ തോന്നി. ഓക്കെ, വേദനകൾ തോന്നി. കാരണം ഷീ വാസ് സോ യങ്, അല്ലേ, അവരത്രയും ചെറിയ ഒരു പ്രായത്തിലാണ് വിവാഹം നടത്തി കൊടുക്കുന്നത്. ആൻഡ് ഷീ വാസ് അൺഅവെയർ ഓഫ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തികച്ചും അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഷീ വാസ് ക്വൈറ്റ് അൺഅവെയർ ഓഫ് എവറിത്തിങ്, ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഹൈലി ഫെൽറ്റ് ഫോർ ഇറ്റ്. അതുകൊണ്ട് വളരെയധികം അതിൽ നിന്നും ഒരുപാട് സഹിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ദ വെയ്റ്റ് ഓഫ് മൈ ബ്രെസ്റ്റ് ആൻഡ് വൂം ക്രഷ്ഡ് മീ, ഐ ഷ്രാങ്ക് പിറ്റിഫുള്ളി. സോ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ദ വെയ്റ്റ് ഓഫ് മൈ ബ്രെസ്റ്റ് ആൻഡ് വൂം ക്രഷ്ഡ് മീ. ഇവിടെ അവർ മെൻഷൻ ചെയ്യുന്ന ഈ രണ്ട് ഓർഗൻസ്, ബ്രെസ്റ്റ് ആൻഡ് വൂം, അവിടെ ആക്ച്വലി മദർഹുഡ് അതുപോലെ ചൈൽഡ് റെയറിങ് അതിനെ സിഗ്നിഫൈ ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ഓർഗൻസ് ആണ് ഇവിടെ എടുത്തു പറയുന്നത്. ആൻഡ് ഐ ഷ്രാങ്ക് പിറ്റിഫുള്ളി. സോ ആക്ച്വലി ഈ ഒരു ലൈൻസിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒരു സ്ത്രീ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിമൻ ഐഡൻറ്റിറ്റി ഈസ്, ആസ് ഐ ഓൾറെഡി ടോൾഡ്, ദ വിമൻ ഐഡൻറ്റിറ്റി ഈസ് ഓൾവേസ് ഇവാലുവേറ്റഡ് ബൈ ദ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ദ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് and also by some other aspects. Means she is considered just as a commodity for procreation. അതായത് പ്രത്യുൽപാദനം നടക്കാനുള്ള ഒരു കമ്മോഡിറ്റി, ആസ് എൻ ഏജൻറ്റ്, അത്രയായിട്ട് മാത്രമാണ് സമൂഹം അവളെ കണക്കാക്കുന്നത്. അവിടെ മാത്രമാണ് അവൾക്ക് ചെറിയൊരു മൂല്യം, അല്ലെങ്കിൽ ഒരു വുമൺ എന്ന് പറയുമ്പോൾ അവൾക്കൊരു ചെറിയ റെക്കഗ്നീഷൻ കിട്ടുന്നത് ആ ഒരു മദർഹുഡിൽ മാത്രമാണ്. നോ വേ എൽസ്, ഓക്കെ, ഇൻ നോ വേ എൽസ് ഷീ ഈസ് ഗിവൺ റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. അവൾക്ക് മറ്റൊരു രീതിയിലും അവളിലെ ടാലൻസ് അല്ലെങ്കിൽ അവളെ മറ്റൊന്നിനെയും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ ഷീ യൂസ് ദീസ് 2 organs ഇൻ ദ പോം. ഓക്കെ, ബ്രെസ്റ്റ് ആൻഡ് വൂം എന്നുള്ള ഈ 2 ഓർഗൻസ് തന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യവും അത് തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഓൺലി പ്ലേസ്, ഓർ ദിസ് ഈസ് ദ ഓൺലി വേ ഇൻ വിച്ച് വുമൻ ഇൻ ദ സൊസൈറ്റി ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ പാട്രിയാർക്കൽ സൊസൈറ്റി. Then I wore a shirt and my brother's trousers, cut my hair short and ignored my womanliness. Dress in sarees, be girl, be wife, they said. Be embroider, be cook, be a quarrel with servants, fit in. Oh, belong, cried the categorizers. Don't sit on walls or peeping through our lace-draped windows. Be Amy or be Kamala, or better still be Madhavi Kuti. It is time to choose a name or role. Don't play pretending games. സോ ഇനിയുള്ള ഈ ഒരു സ്റ്റാൻസയിൽ ദെൻ ഐ വോർ എ ഷോർട്ട് എന്ന് തുടങ്ങുന്ന ഈ ലൈൻസ് മുതൽ ഷീ ഈസ് ആക്ച്വലി ഷോയിങ് ഹൗ ഷീ റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ്, ഓർ ഷീ ഈസ് ഷോയിങ് ദ വേ ഇൻ വിച്ച് ഷീ മെയ്ഡ് എ സെൽഫ് റിബല്യൻ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സമൂഹത്തിൽ നിന്നും അവൾക്ക് മുന്നിലേക്ക് സമൂഹം അവളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, അപ്പോൾ അതിനോട് അവൾ പൊരുതാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ലൈൻസിൽ കാണുന്നത്. സോ ഷീ സെഡ് ദാറ്റ് ഷീ വോർ എ ഷർട്ട് ആൻഡ്
wear her brother's trousers. അപ്പോൾ അവളുടെ വിമൻലിനെസ് അല്ലെങ്കിൽ അവളുടെ സ്ത്രീത്വത്തെ മറച്ചു വെക്കാൻ വേണ്ടി, അതിനുവേണ്ടി അവളുടെ ബ്രദേഴ്സ് ട്രൗസേഴ്സ് മീൻസ് അവൾ സ്ത്രീത്വമല്ലാതെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ രീതിയിലുള്ള വേഷവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഷീ കട്ട് ഹർ ഹെയർ ഷോർട്ട് ആൻഡ് ഇഗ്നോർഡ് ഹർ വിമൻലിനെസ് ജസ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് റിബല്യൻ എന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൾ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഈ ഒരു ദേ അല്ലെങ്കിൽ ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏജൻസ് ആ സമയത്ത് എന്ത് പറയുന്നു? ഡ്രസ് ഇൻ സാരീസ്, യു ഡ്രസ് ഇൻ സാരീസ്, ഗോ ആൻഡ് ടേക്ക് സാരീസ്, നിങ്ങൾ പോയി സാരി ധരിക്കൂ, ബി ഗേൾ, ബി വൈഫ്. ഓക്കെ, നീ ഒരു സ്ത്രീ ആയിട്ട്, ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായി നടക്കൂ. ബി എംപ്രോയിഡർ, ബി കുക്ക്, ബി എ ക്വാറലർ വിത്ത് സെർവൻസ്. അപ്പോൾ അവിടെ എല്ലാം എടുത്ത് പറയുന്ന എംപ്രോയിഡർ, കുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ഒരു പ്രീ കോഡഡ് ലിമിറ്റേഷൻസ് നമുക്ക് വീണ്ടും കാണാം. അതായത് സമൂഹം ഇന്ന രീതിയിൽ മാത്രമേ സ്ത്രീകൾ നിൽക്കാവൂ എന്നുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഒന്നുകിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എംബ്രോയിഡറി പഠിച്ച എംബ്രോയിഡേഴ്സ് ആവാം, അല്ലെങ്കിൽ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സംടൈംസ് മേക്കിംഗ് സച്ച് ക്വാറൽസ്, ഓക്കെ, സ്മോൾ ക്വാറൽസ് വിത്ത് സെർവൻസുമായിട്ട് ക്വാറൽ ചെയ്യുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെയൊക്കെ നീ ഇരുന്നാൽ മതിയില്ലേ എന്നുള്ള സമൂഹത്തിൻ്റെ ചോദ്യം മുന്നിലേക്ക് വീണ്ടും അവൾ വരികയാണ്. ഫിറ്റ് ഇൻ, ഓ ബിലോങ്, ക്രൈ ദ കാറ്റഗറൈസേഴ്സ്. This is the most relevant phrase we can say in this poem. Fit in. Fit in. ആ ഫ്രേസ് കൊണ്ട് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദ പാട്രിയാർക്കൽ സൊസൈറ്റി, patriarchy is trying to mold woman into a particular shape according to its own choice. അതായത് നമ്മളുടെ ഈ ഒരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റി, ഈ ഒരു പുരുഷാധിപത്യം നിറഞ്ഞ ഈ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അവർ സ്ത്രീകളെ അവരുടേതായിട്ടുള്ള ഒരു ചോയ്സിൽ ഇന്ന രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അവർ ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്, ഫിറ്റ് ഇൻ, ഓ ബിലോങ്, ക്രൈ ദ കാറ്റഗറൈസേഴ്സ്. അപ്പോൾ അവിടെ ദേ എന്നുള്ളതിനെ അവിടെ എടുത്ത് പറയുന്നുണ്ട്, ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, ക്രൈ ദ കാറ്റഗറൈസേഴ്സ്. ഹു ആർ ദ കാറ്റഗറൈസേഴ്സ്? ദോസ് മെൻ or those agents representing the patriarchal society who try to classify or categorize men in the society, men and women in the society. ഓക്കെ, അതായത് ഹ്യൂമൻ ബീങ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ആ ഒരു ആളുകൾ, ആ ഒരു കൂട്ടത്തെയാണ് ഇവിടെ കാറ്റഗറൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദോസ് ഹു ആർ റിജക്റ്റിംഗ് ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് എ പേഴ്സൺ. ഓരോ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തെ അംഗീകരിക്കാത്തവരാണ് ഈ ഒരു കാറ്റഗറൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ ഇന്ന കാറ്റഗറിയിൽ നിൽക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സാരി എടുത്ത് എംബ്രോയിഡറി അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്ത് ഇത് മാത്രം ചെയ്ത് ഇതിനുള്ളിൽ ഒതുങ്ങുന്നവരായിരിക്കണം സ്ത്രീകൾ, അല്ലാത്തവരൊന്നും സ്ത്രീകളല്ല. ഓക്കെ, അവരെല്ലാം ഈ കാറ്റഗറിയിൽ നിന്നും പുറത്താണ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതാണ് അവർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓ ബിലോങ്, ഫിറ്റ് ഇൻ, ഓ ബിലോങ്, ഓക്കെ, ബിലോങ് ടു ദിസ്, ബിലോങ് ടു ദ പെർട്ടിക്കുലർ കാറ്റഗറി ഇൻ വിച്ച് യു ഹാവ് ടു. ഓക്കെ, നീ ഏത് കാറ്റഗറിയിലാണോ ഉൾപ്പെടേണ്ടത് ആ ഒരു കാറ്റഗറിക്ക് പറ്റുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളും ജോലിയും ചിന്തയുമായി നീ ഒതുങ്ങിക്കൂടെ എന്നുള്ളതാണ് ഇവിടെ കാറ്റഗറൈസേഴ്സ് അവരോട് പറയുന്നത്. ഡോണ്ട് സിറ്റ് ഓൺ വാൾസ് ഓർ പീപ്പ് ഇൻ ത്രൂ ആ ലേസ് ഡ്രേപ്പ് വിൻഡോസ്. ഓക്കെ, യു ആർ വിമൻ ഇൻ ദ സൊസൈറ്റി. ഓക്കെ, നിങ്ങൾ സ്ത്രീകളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാൾസ് അല്ലെങ്കിൽ വലിയ ചുമരുകൾക്ക് മുകളിലൊന്നും കയറിയിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്നില്ല. ഓക്കെ, ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അതൊന്നും ചെയ്യരുത്. ആൻഡ് ഡോണ്ട് പീപ്പ് ഇൻ ത്രൂ അവർ ലേസ് ഡ്രേപ്പ് വിൻഡോസ്. പീപ്പ് ഇൻ ത്രൂ മീൻസ് എന്താ? മറ്റുള്ള ഒരാളുടെ അല്ലെങ്കിൽ മറ്റു ജീവിതങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും അറിയാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ ഒരു ലൈനിൽ കൂടെ മാധവിക്കുട്ടി പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട് എന്താ? യെസ്, ബി ആമി ഓർ ബി കമല. ബി ആമി. ഷീ വാസ് ഫോൺലി കോൾഡ് ആസ് ആമി, അല്ലേ? മാധവിക്കുട്ടീനെ നമുക്കറിയാം, വളരെ സ്നേഹത്തോടു കൂടി പലരും വിളിച്ചിരുന്ന ഒരു പേരാണ് ആമി എന്നുള്ളത്. ആൻഡ് ബി കമല, അല്ലെങ്കിൽ കമലയായിട്ടിരിക്കുക. നീ ഒന്നുകിൽ ആമി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ കമലയായിട്ടിരിക്കുക, ഓർ ബെറ്റർ. ഓക്കെ, അതിൽ രണ്ടിലും കൂടുതൽ നല്ലത് ഏതാ? മാധവിക്കുട്ടിയായിട്ട് നീ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അവിടെ മാധവിക്കുട്ടിയായിട്ട് ഇരിക്കുകയാണ് നല്ലത് എന്ന് പറയാൻ കാരണം എന്താ? മാധവിക്കുട്ടി വി നോ ദാറ്റ്സ് എ പെൻ നെയിം ഓർ സ്യൂഡോണിം ഷീ യൂസ് ഫോർ റൈറ്റിംഗ്. അതായത് റൈറ്റിംഗ്സ് എഴുതുന്ന സമയത്ത് കൂടുതലായിട്ടും അവർ മാധവിക്കുട്ടി എന്നുള്ള തൂലികാനാമത്തിലാണ് എഴുതുന്നത്.
ആക്ച്വലി ആ ഒരു സ്യൂഡോണിം അല്ലെങ്കിൽ ആ ഒരു തൂലികാനാമം ഉപയോഗിക്കുന്നതിലൂടെ അവരവരുടെ ഐഡന്റിറ്റിക്ക് ഒരു മാസ്ക് ഉപയോഗിക്കണം. നമുക്കറിയാം മേരി ആൻഡ് യുവാൻസ് എല്ലാം ജോർജ് ഇലിയട്ട് എന്നുള്ള പേരിലാണ് പണ്ട് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഫീമെയിൽ റൈറ്റിങ്സിനെ ഒട്ടും അംഗീകരിക്കാത്ത ഒരു സൊസൈറ്റിക്ക് മുന്നിലൂടെയാണ് ഇവരെല്ലാവരും നടന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ റൈറ്റിങ്സ് ആരെങ്കിലും വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള മറ്റു പേരുകളിലൂടെ എഴുതേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ പോലും അവർക്ക് മുന്നിലുണ്ടായി. അപ്പോൾ ഇവിടെ നീ മാധവിക്കുട്ടിയായിട്ടിരിക്കുക, അതായത് നീ മാസ്ക് ഇട്ട മാസ്ക് ഓക്കെ, മാസ്കിങ് യുവർ സെൽഫ്, നിൻ്റെ ഐഡൻറ്റിറ്റിയെ മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിൽ നീ എഴുതിക്കോ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് സൊസൈറ്റിയുടെ മുന്നിൽ ഇത്തരം റൈറ്റിങ്സ് വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യാൻ വയ്യ. എന്തെങ്കിലും റൈറ്റിങ്സിൽ എന്തെങ്കിലും ചലഞ്ചസ് വരുന്ന സമയത്ത് അവരുടെ ഫാമിലിയിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതിനവർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ ഇവരോട് ആവശ്യപ്പെടുന്നത് യു റൈറ്റ് ഇൻ ദ നെയിം ഓഫ് മാധവിക്കുട്ടി, യു റിമെയിൻ ആസ് മാധവിക്കുട്ടി. ഇറ്റ് ഈസ് ടൈം ടു ചൂസ് എ നെയിം, എ റോൾ. ഓക്കെ, നിനക്കൊരു പേര് അല്ലെങ്കിൽ നിനക്കൊരു റോള് തിരഞ്ഞെടുക്കേണ്ട സമയമായി. ഓക്കെ, ഒന്നുകിൽ നീ ആമിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ കമലയായിട്ടിരിക്കുക, അല്ലെങ്കിൽ ബെറ്റർ യു ഹാവ് ടു റിമെയിൻ ഇൻ ദ നെയിം മാധവിക്കുട്ടി ഇറ്റ് സെൽഫ്. ഓക്കെ, ഡോണ്ട് പ്ലേ പ്രിറ്റൻഡിങ് ഗെയിംസ്. ഓക്കെ, നീ ഇങ്ങനെ കളിക്കരുത് എന്നാണ് പറയുന്നത്. ഇവളുടെ അതായത് ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള ആ ഒരു സൈക്കോളജിക്കൽ ട്രബിൾ, അവൾ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് 15-ാം വയസ്സിൽ ഇതുപോലെ ഒരു ഏർലി മാരേജ് വരുമ്പോൾ ആ ഒരു സെക്ഷൽ എൻകൗണ്ടർ, അതിലൂടെ അവൾ അനുഭവിച്ച കുറേ കാര്യങ്ങളും ഇത്തരം അവളുടെ സൈക്കോളജിക്കൽ ട്രബിൾസിനെ മനസ്സിലാക്കുന്നതിന് പകരം ആ ട്രബിൾസിനെ ഇവർ സൊസൈറ്റി വിളിക്കുന്നത് കളികൾ എന്ന രീതിയിലാണ്, ജസ്റ്റ് കളിയായിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ പേര് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഡോണ്ട് പ്ലേ പ്രിറ്റൻഡിങ് ഗെയിംസ് എന്ന്. ഓക്കെ, സൈക്കോളജിക്കൽ ഗെയിംസ് അല്ലെങ്കിൽ അതുപോലെ നീ ഒന്നും ചെയ്യണ്ട. ട്രബിൾസിനെയാണ് ഗെയിംസ് ആയിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്. ഡോണ്ട് പ്ലേ സിസോപ്രീനിയ ഓർ ബി എ നിംഫോ. ഓക്കെ, അവിടെ വീണ്ടും സൊസൈറ്റി എന്താ പറയുന്നത്, ആ ഒരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റി അവരോട് പറയുന്നു ഡോണ്ട് പ്ലേ അറ്റ് സിസോപ്രീനിയ ഓർ ബി എ നിംഫോ. സിസോപ്രീനിയ മീൻസ് വാട്ട്, ദാറ്റ് ഈസ് എ മെൻ്റൽ ഇല്യൂഷൻ, അതായത് ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലെ, ഡെല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്ലോജിക്കൽ തിങ്കിങ്. ഓക്കെ, പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലായ്മ, ഒരു മിററിൽ ഒരുപാട് ക്രാക്സ് വന്ന ഒരു അവസ്ഥയാണ്, ഫുൾ സ്റ്റെബിലിറ്റി മുഴുവൻ ഇല്ലാതായ ഒരു അവസ്ഥ. സോ സിസോഫ്രീനിയ ഈസ് ആക്ച്വലി എ മെൻ്റൽ ഡിസീസ് ഓർ ദ ഡിസ്റ്റോർഷൻ ഓഫ് സ്റ്റെബിലിറ്റി. ഒരു വ്യക്തിക്ക് ആ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ച ഒരവസ്ഥ, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അപ്പോൾ ഇവിടെ മാധവിക്കുട്ടിയോട് പറയുന്നത് ഡോണ്ട് പ്ലേ അറ്റ് സിസോഫ്രീനിയ, ഡോണ്ട് പ്ലേ ഗെയിംസ്. ഓക്കെ, ഇതിന് മുന്നിലുള്ള ലൈനിൽ പറയുന്നുണ്ട് ഡോണ്ട് പ്ലേ പ്രിറ്റൻഡിങ് ഗെയിംസ് എന്ന്. ഓക്കെ, അപ്പോൾ അവരുടെ ഉള്ളിലുള്ള സൈക്കോളജിക്കൽ ട്രബിൾസിനെ സൊസൈറ്റി പേരിട്ട് വിളിക്കുന്നത് ഗെയിംസ് എന്നാണ്, വെറും കളികളായിട്ടാണ് അവർ കാണുന്നത്. Don't play at schizophrenia or be a nympho. Nympho means what? Yes, that is a woman with unquenchable sexual desire. ലൈംഗികാസക്തി വളരെ കൂടുതലുള്ള ഒരു സ്ത്രീയെ വിളിക്കുന്ന പേരാണ് nympho. So the society is asking her not to play pretending games or to behave like a nympho. Don't cry embarrassingly loud when jilted in love. I met a man, loved him. Call him not by any name. He is every man who wants a woman, just as I am every woman who seeks love. In him, the hungry haste of rivers, in me, the ocean's tireless waiting. So, the society asks her to live as the society expect. Society expect ചെയ്യുന്നു സ്ത്രീകൾ ഇന്ന രീതിയിൽ ജീവിക്കണം, ആ രീതിയിൽ മാത്രം നീ ജീവിക്കുക. ഓക്കെ, ആൻഡ് നിൻ്റെ ട്രബിൾസ്, നിൻ്റെ സൈക്കോളജിക്കൽ ട്രബിൾസ് ഞങ്ങൾക്ക് മുന്നിൽ അതൊരു ഗെയിം മാത്രമായിട്ടാണ്. ദാറ്റ്സ് വൈ ദേ ആസ്ക് ഹർ നോട്ട് ടു പ്ലേ അറ്റ് സിസോഫ്രീനിയ ഓർ ടു ആക്ട് ലൈക്ക് എ നിംഫോ. ഓൾസോ ദേ ആസ്ക് ഹർ നോട്ട് ടു ക്രൈ എംബ്രാസിംഗ്ലി ലൗഡ്. വയലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനോ നീ വലുതായിട്ട് കീറി മുറിഞ്ഞ് കരയാനൊന്നും നിൽക്കണ്ട. വെൻ ജിൽട്ടഡ് ഇൻ ലവ്. ജിൽട്ടഡ് ഇൻ ലവ് മീൻസ് എന്താ, വെൻ യു ആർ ബിട്രേഡ് ഓഫ് ലവ്. ഓക്കെ, നിനക്ക് സ്നേഹം കിട്ടാതെ വരുന്ന സമയത്ത്, നിന്നെ ആരെങ്കിലും കബളിപ്പിക്കുന്ന സമയത്ത് ഡോണ്ട് ക്രൈ അലൗഡ്. നീ അവർക്കെതിരെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഉറക്കെ കരയാനോ പോകണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തിയതിന് ശേഷം വീണ്ടും ഇൻ ദ നെക്സ്റ്റ് ലൈൻ ഓൺവേർഡ്സ് വി ക്യാൻ സീ ആൻ ഓപ്പൺ റിബല്യൻ. Okay, we can see an open rebellion hosted by മാധവിക്കുട്ടി ത്രൂ ദീസ് ലൈൻസ്. ആക്ച്വലി അവരുടെ ഈ ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓപ്പൺ റിബല്യൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ നെക്സ്റ്റ് ലൈൻസ് കാണാൻ പറ്റുന്നത്. Let us see, I met a man, loved him. So she is talking about a man whom she met. Okay, so she is openly ഡിസ്ക്ലോസിങ് സം തിങ്സ്. ഓക്കെ, അവളുടെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൺഫെഷണൽ പോയം എന്നുള്ളതായിട്ട് മാറുന്നത്. ആൻഡ് നമുക്കറിയാം മൈ സ്റ്റോറി എന്നുള്ള ഓട്ടോബയോഗ്രഫിയിൽ കമലാദാസ് മേക്സ് യൂസ് ഓഫ് ദ ഫിഗർ ലോർഡ് കൃഷ്ണ.
ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് അവസരങ്ങളിൽ ലോർഡ് കൃഷ്ണ എന്നുള്ള ഒരു ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് ലോർഡ് കൃഷ്ണയോടുള്ള ഒരു സ്നേഹം പറയുന്നുണ്ട്. സോ അതേ രീതിയിൽ ഇവിടെ ഈ ഒരു പോയം ഇതിലും അത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഐ മെറ്റ് എ മാൻ, ലവ്ഡ് ഹിം, കോൾ ഹിം നോട്ട് ബൈ എനി നെയിം, ഹി ഈസ് എവറി മാൻ ഹു വോൺസ് എ വുമൻ, ജസ്റ്റ് ആസ് ഐ ആം എവറി വുമൻ ഹു സീക്സ് ലവ്. സോ ഇവിടെ എടുത്ത് പറയുന്ന ഈ ഒരു മാൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ മാൻ, അല്ലെങ്കിൽ ഒരു മാൻ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മാൻ. അങ്ങനെ ഒരു മനുഷ്യനെയാണ് ഇവിടെ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ ആം എ വുമൻ, ഇവിടെ അവരും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു സ്ത്രീ സമൂഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഐ ആം എ വുമൻ representing the society, representing the women in the society. And in him, the hungry haste of rivers, in me, the ocean's talus waiting. അവിടെ ഒരു ട്രഡീഷണൽ മെറ്റഫറിൻ്റെ യൂസ് നമുക്ക് കാണാം. The hungry haste of rivers in him, and in me, the ocean's talus waiting. That is, we know the river rushes towards the ocean, trying to unite with the ocean. And as such, the lover is rushing towards the beloved for fulfillment of his dreams. So by making use of this traditional metaphor, ഈ ഒരു ട്രഡീഷണൽ മെറ്റഫർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെക്ഷൽ ഡിസയർസ് ഓഫ് മെൻ ആൻഡ് വിമൺ അതിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ലൈനായിട്ട് നമുക്കിതിനെ കാണാം. ഹംഗ്രി ഹേസ്റ്റ് ഓഫ് റിവേഴ്സ് ഇൻ ഹിം, ആൻഡ് ഇൻ മീ ദ ഓഷ്യൻസ് ടാലസ് വെയിറ്റിംഗ്. സോ ദ ലവർ is so hastily moving towards the beloved for fulfillment of his dreams, but her dreams or her desires, her sexual desires, those are completely ignored. അവളുടെ desires, അവളുടെ ഇഷ്ടങ്ങൾ അതാരും ഓർക്കുന്നില്ല. ഇറ്റ്സ് ഓൾ ഇഗ്നോർഡ്. അതെല്ലാവരും ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം എല്ലാവരും തള്ളിക്കളയുന്നു. Who are you? I ask each and everyone. The answer is, it is I. Anywhere and everywhere I see the one who calls himself I. In this world he is tightly packed like the sword in its sheath. It is I who drink lonely drinks at 12 midnight in hotels of strange towns. It is I who love. It is I who make love. Here she is talking about identity. ഒരു ഐഡൻറ്റിറ്റി, അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇവിടെ നമുക്ക് ഈ ഒരു ലൈനിൽ കാണുന്നത്. ആക്ച്വലി ഐ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ പ്രൊനൗൺ ടു ഇൻഡിക്കേറ്റ് വൺ സെൽഫ്, അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുമ്പോൾ ഹു ആർ യു, ഐ ആസ്ക് ഈച്ച് ആൻഡ് എവറി വൺ, അവർ പറയുന്നു, അവർ ആരോട് ചോദിച്ചാലും ദ ആൻസർ ഇസ് ഇറ്റ് ഇസ് ഐ. സോ ഐ ഈസ് യൂസ്ഡ് ആസ് എ യൂണിവേഴ്സൽ പ്രൊനൗൺ ടു ഡിക്ലെയർ വൺ സെൽഫ്, ഒരാൾ സ്വയം പറയാൻ വേണ്ടി. എനിവെയർ ആൻഡ് എവറിവെയർ ഐ സീ ദ വൺ ഹു കോൾസ് ഹിംസെൽഫ് ഐ. And in this world he is tightly packed like the sword in its sheath. So ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, in this world he is tightly packed. അവിടെ എടുത്ത് പറയുന്നു he എന്നുള്ളത് അവിടെ ഡെലിബറേറ്റ് യൂസ് ആണ്. ബിക്കോസ് he is having the privilege in this society to own an identity and to assert his identity. ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ he is having, means male is having the privilege to own and to assert an identity. അതുകൊണ്ടാണ് അവിടെ എടുത്ത് പറയുന്നത്, in this world he is tightly packed like the sword in its sheath. അവൻ ആ ഒരു ഐഡൻറ്റിറ്റി അവന് മാത്രമേ അത് വെക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളൂ സൊസൈറ്റി. ആൻഡ് ഹീ ഈസ് ടൈറ്റ്ലി പാക്ക് ലൈക്ക് ദ sword in its sheath എന്ന് പറയുന്നത്. sword in the sheath എന്ന് പറയുമ്പോൾ എന്താ, ഷീറ്റിൻ്റെ ഉള്ളിൽ, കവറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ വാൾ എന്ന് പറയുമ്പോൾ വാളിന് അതിൻ്റെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഹിഡൻ പൊട്ടൻഷ്യലാണ്. ഷീറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ആരും കാണുന്നില്ല. അതുപോലെയാണ് ഓരോ വ്യക്തി എന്ന് പറയുന്നത്. ഹീ ഈസ് ടൈറ്റ്ലി പാക്ക് ലൈക്ക് ദ sword in its sheath. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റാൻസ, നെക്സ്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി കാണുന്നത് ഇവിടെ ഒരു ഫീലിങ്സ് ഓർ ഹൗ ഷീ ട്രൈസ് ടു എക്സ്പ്രസ് the oppression and persecution of women in the society, or the feelings of an oppressed woman. ഓക്കെ, സൊസൈറ്റിയിൽ നിന്നും റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ലൈൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഈസ് ഐ ഹു ഡ്രിങ്ക് ലോൺലി, ഡ്രിങ്ക്സ് അറ്റ് 12 midnight in hotels of strange towns. It is I who love. It is I who make love. സോ സ്ത്രീകളെ, അതായത് റിജക്റ്റഡ് വിമൺ ഓഫ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ ദോസ് ഒപ്രസ്ഡ് വിമൺ ഓഫ് ദ സൊസൈറ്റി, ദോസ് വിൽ ബി സീൻ ഡ്രിങ്കിങ് ലോൺലി അറ്റ് 12 midnight. രാത്രി 12 മണിക്കൊക്കെ തനിച്ച് ഹോട്ടലിലിരുന്ന് ഇതുപോലെ ഡ്രിങ്കിങ്ങിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ദോസ് വിൽ ബി ഒപ്രസ്ഡ്, ഓർ ദോസ് വിൽ ബി
ഔട്ട് ഓഫ് ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ എക്സ്പെക്ടേഷൻസിൻ്റെ പുറത്തു നിൽക്കുന്നവരാണ് അത്തരം സ്ത്രീകളായിട്ട് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അവരെ സ്ത്രീകൾ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കാറ്റഗറൈസേഴ്സ് തയ്യാറാവില്ല. In hotels of strange towns, it is I who love, it is I who make love. Okay, so she have to undergo many things because of that expectations of the society. She is trying to reject, or she is trying to make a rebellion against those expectations and then feel ashamed. It is I who lie dying with a rattle in my throat. I am sinner, I am saint, I am the beloved and the betrayed. I have no choice that are not yours, no aches which are not yours. I too call myself I. അപ്പോൾ ഈ ഒരു ഒപ്രസ്ഡ് വുമൺ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ഇതുപോലെ സ്ട്രേഞ്ച് ടൗൺസിൽ അവർ തനിയെ നടക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഷീ വിൽ ബി ഇൻവോൾവ് ഇൻ സം അതർ അൺഎത്തിക്കൽ അഫയേഴ്സ് ഓൾസോ, ആൻഡ് ദെൻ ഷീ ഫീൽ അഷെയിം ഫോർ ഇറ്റ്. And now she says that it is I who lie dying with a rattle in my throat. Rattle എന്ന് പറയുമ്പോൾ those toys or those things used by children, small children, കുട്ടികൾ നമ്മൾ പെട്ടെന്ന് അവരത് ഉപയോഗിക്കും, അത് തൊണ്ടയിൽ കുടുങ്ങിക്കൊണ്ട് പലപ്പോഴും മരണങ്ങൾ വരെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികളുടെ മരണം അല്ലെങ്കിൽ അവിടെ ശരിക്കും ആ ഒരു ഗേൾ ചൈൽഡ് ഇൻഫാൻറ്റിസൈഡ് അതും കൂടി എടുത്ത് പറയുന്ന ഒരു സെൻറ്റൻസ് ആയിട്ടും നമുക്കതിനെ കാണാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തൊണ്ടയിലെന്തോ കുടുങ്ങി എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ഒരു നിസ്സഹായാവസ്ഥയാണ്. അതേ നിസ്സഹായാവസ്ഥയിലാണ് ഇത്തരം സ്ത്രീകൾ നിൽക്കുന്നത് എന്നതാണ് അവരവിടെ പറയുന്നത്. ഇനി പറയുന്ന കുറച്ച് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു കൺഫെഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്. അപ്പം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സിന്നർ, ഷീ കോൾസ് ഹെർസെൽഫ് എ സിന്നർ. സോ അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി ഷീ ഈസ് എ സിന്നർ. സൊസൈറ്റിക്ക് മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ അവളൊരു സിന്നറാണ്. ആക്ച്വലി സിൻ എന്ന് പറയുമ്പോൾ അത് സൊസൈറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ റിലീജിയൻ, നോട്ട് ബൈ ലോ. നിയമങ്ങൾക്കനുസരിച്ചല്ല ഒരു വ്യക്തി സിന്നറാണോ എന്നുള്ളത് പറയുന്നു. സോ ടു ദ സൊസൈറ്റി ഷീ ഈസ് എ സിന്നർ, ബട്ട് ഷീ സെഡ് ദാറ്റ് ഷീ ഈസ് ഓൾസോ എ സെയിൻറ്റ് ബിക്കോസ് ഷീ ഹാസ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഷീ ഈസ് ട്രൈയിങ് ടു കോപ്പ് വിത്ത് സംതിങ് എൽസ് ഇൻ ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിൽ അവൾ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒരു സിന്നറായിട്ടും അതേസമയം ഒരു സെയിൻറ്റായിട്ടും കണക്കാക്കുകയാണ്. And she says that I am the beloved and the betrayed. I am the beloved and the betrayed means she had love for men, or she loved someone. Okay, അവളിൽ സ്നേഹം ഉണ്ടായിരുന്നു, means she was beloved one, but she was betrayed later. She was jilted in love, or she was betrayed. So she says that she is the one who was beloved at a time but betrayed in a later moment. I have no joys that are not yours, no aches which are not yours. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലൂടെ ആക്ച്വലി ഷീ ഈസ് ട്രൈങ് ടു ഐഡൻറ്റിഫൈ ഹേർസെൽഫ് വിത്ത് ദ വിമൺ ഇൻ ദ സൊസൈറ്റി. ഓരോ സ്ത്രീകളുമായിട്ട്, സൊസൈറ്റിയിൽ, സമൂഹത്തിലുള്ള ഓരോ സ്ത്രീയുമായിട്ട് അവരെ തുലനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മീൻസ് ഷീ സേസ് ദാറ്റ് ഐ ഹാവ് ദ സെയിം ജോയ്സ് ആസ് യു ഹാവ്. നിങ്ങളിൽ എന്തൊക്കെ സന്തോഷമുണ്ടോ അതേ സന്തോഷം തന്നെയാണ് എനിക്കുള്ളത്. നിങ്ങളിലുള്ള ദുഃഖങ്ങളും വേദനകളും എനിക്കുമുണ്ട്. ഐ എം ജസ്റ്റ് ലൈക്ക് യു. ഞാൻ നിങ്ങളെപ്പോലെ ഒരു കോമൺ വിമൺ ആണ്. ഓക്കെ, സ്ത്രീകളെ പോലെ, സാധാരണ സ്ത്രീകളെ പോലെ തന്നെ, അല്ലെങ്കിൽ സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ ടു കോൾ മൈസെൽഫ് ഐ. ഇവിടെ ലാസ്റ്റ് ഒരു സെൻറ്റൻസിൽ അവിടെ ഒരു കൺഫെഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് റിവിലിയേഷൻ നമുക്ക് അവിടെ കാണാം. ഐ ടു കോൾ മൈസെൽഫ് ഐ. ഞാനും എന്നെ വിളിക്കാറുള്ളത് ഐ എന്നുള്ളതാണ്. മീൻസ് ഷീ ഈസ് ഗിവിങ് ആൻ ഐഡൻറ്റിറ്റി ടു ഹെർസെൽഫ്, ഓർ ഷീ ട്രൈസ് ടു ഗീവ് ആൻ ഐഡൻറ്റിറ്റി ടു ഹെർസെൽഫ് ഇൻ ദിസ് പാട്രിയാർക്കൽ സൊസൈറ്റി. ഈ ഒരു സൊസൈറ്റിയിൽ, മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ, വേർ ഓൺലി ദ മെയിൽ ഈസ് ഹാവിങ് ദ പ്രിവിലേജ് ടു ഓൺ ആൻഡ് ടു അസേർട്ട് ഹിസ് ഐഡൻറ്റിറ്റി, ഷീ ഈസ് ട്രൈങ് ടു ചാലഞ്ച് ദം, ഓർ ഷീ ഈസ് ട്രൈങ് ടു അസേർട്ട് ഹെർ ഐഡൻറ്റിറ്റി. ഇവിടെ ഈ ഒരു പോയിന്റിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഐ എന്നുള്ള പ്രൊനൗണിലൂടെ, എൻഡ് ചെയ്യുന്നതും അതെ ഐ എന്നുള്ള പ്രൊനൗണിലൂടെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഇൻട്രസ്റ്റിംഗ് തിങ് ഹൗ ഷി പ്ലേസ് വിത്ത് ദ പ്രൊനൗൺ ഐ. The poem begins and ends with this word I. When she says this, it is as if she asserts her right to call herself I, even though she is a woman who is supposed to have no right over herself. So അവിടെ ഐ എന്നുള്ള പ്രയോഗത്തിലൂടെ ആക്ച്വലി ഷീ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് ദ പോയറ്റിക് ഐഡൻറ്റിറ്റി, ഓർ ടു റിവീൽ ഹെർ ഐഡൻറ്റിറ്റി. ആ ഒരു പോയറ്റിക് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓൾദോ നമ്മൾ മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിലും അവരെ പോലെ തന്നെ എനിക്കും ഇത് അവകാശമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊക്ലമേഷനായിട്ട് നമുക്കിതിനെ കാണാം. While this poem is an introduction to Kamala Das' self,
it ends up being an introduction into every woman's self who asserts her individuality. അപ്പോൾ ആക്ച്വലി ഇവിടെ കമലാദാസ് സ്വന്തം ലൈഫിലെ ചൈൽഡ്ഹുഡ് ഡേയ്സ് അല്ലെങ്കിൽ ഏർലി അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെയാണ് തുടങ്ങുന്നതെങ്കിലും ഇറ്റ് വാസ് ആക്ച്വലി ആൻ ഇൻട്രൊഡക്ഷൻ ടു എവ്രി വുമൻസ് സെൽഫ്. ഓരോ സ്ത്രീകളുടെയും ഐഡൻറ്റിറ്റി തന്നെയാണ് അവർ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഓൺ വൺ ഹാൻഡ് ദ പോം ഇസ് റിട്ടൺ ഇൻ എ കൺഫെഷണൽ മോഡ് ആൻഡ് ഇറ്റ് ഇസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നേച്ചർ. On the other hand, it becomes a universal voice of the creative female writer. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോയം എന്ന രീതിയിൽ ഇരിക്കുമ്പോഴും ആക്ച്വലി ദാറ്റ് ഇസ് എ യൂണിവേഴ്സൽ വോയിസ് ഓഫ് ദ ക്രിയേറ്റീവ് ഫീമെയിൽ റൈറ്റർ. ഒരു ഫീമെയിൽ റൈറ്ററിൻ്റെ ഒരു യൂണിവേഴ്സൽ വോയിസ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുന്നതാണ്. Therefore, this poem is both personal and universal in theme. Okay. And concluding this poem, the poem becomes a statement on gender differences and a mood to transcend restrictions imposed on a woman by seeking individual freedom, love that allows a body to come to terms with its own needs, and a self that is allowed to celebrate love's true glory. So she is actually trying to get freedom or to make freedom for the entire വിമൻ സൊസൈറ്റി. മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി മുഴുവനായിട്ടും സംസാരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഫ്രീഡം അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കാണിക്കുന്ന രീതിയിലുള്ള, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോയമായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.